കുട്ടികളെ കൂടുതലായിട്ടും പെട്ടെന്ന് അവരെ കയ്യിൽ നിന്ന് ആ ഫോൺ എടുത്ത് മാറ്റരുത് ഒരിക്കലും. കൃത്യമായിട്ട് പാരന്റ്സ് അവരെ ടൈം കുറച്ചുകൊണ്ട് വരാം. അഡൽട്ട് ആണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും? എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ. എല്ലാ കാര്യങ്ങൾക്കും കുട്ടിക്ക് കൂടെ നിൽക്കുക, അവർ ഭയങ്കര അഫെക്ഷൻ കാണിച്ചിട്ട് ഇങ്ങനെ തോളിൽ കൈയിട്ട് നടക്കാൻ പറ്റുന്ന പാരന്റ്സ് എന്നൊക്കെ നമ്മൾ പറയില്ല, അതേപോലെ ഭയങ്കര ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള പാരന്റ് ഇല്ല. ചില കുട്ടിക്ക് ലേറ്റ് ആയിട്ട് ഇരുന്നിട്ട് പഠിച്ചാലും തല കയറുന്ന കുട്ടികളുണ്ട്. ഓട്ടിസത്തിൽ തന്നെ കുട്ടികളിൽ ചില ചേഞ്ചസുകളൊക്കെ ഉണ്ട്, വ്യത്യാസങ്ങൾ ഉണ്ടാവും. എല്ലാവരും കേട്ട് മറന്നിട്ടുള്ള, നമ്മൾ കുഞ്ഞുനാള് തൊട്ട് കേട്ടിട്ടുള്ള ഒരു കഥ പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ പ്രോബ്ലം സോൾവിന്റെ ഈ ഒരു എപ്പിസോഡ് നമ്മൾ തുടങ്ങാൻ വേണ്ടി പോകുന്നത്. ഒരിടത്ത് ഒരു മരം വെട്ടുകാരനുണ്ടായിരുന്നു. അദ്ദേഹം ഒരു നദിക്കരയിൽ നിന്നിട്ട് മരം വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള കോടാലി തെറിച്ച് നമ്മുടെ നദിയുടെ അകത്തോട്ട് വീഴാണ്. അപ്പൊ ഇദ്ദേഹം ആകെ വിഷമിച്ച്, അദ്ദേഹം വളരെ പാവപ്പെട്ട ഒരു മരം വെട്ടുകാരനാണ് കേട്ടോ. അപ്പോൾ ഇയാളുടെ സങ്കടം കണ്ട് സഹിക്ക വയ്യാതെ ദേവത പ്രത്യക്ഷപ്പെടുകയാണ്. ദേവത പ്രത്യക്ഷപ്പെട്ടിട്ട് ചോദിച്ചു, എന്തിനാണ് താനിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചു മരം വെട്ടുകാരനോട്. അപ്പം മരം വെട്ടുകാരനോട് പറഞ്ഞു, ഞാൻ ഈ മരം വെട്ടി കടയിൽ കൊണ്ട് വിൽക്കുന്ന പൈസ കിട്ടിയിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. അപ്പോൾ ഈ എൻ്റെ കയ്യിലിരുന്ന കോടാലി തെറിച്ച് നദിക്കകത്ത് വീണുപോയി. അപ്പോൾ ഇന്ന് മരം വെട്ടി കടയിൽ കൊണ്ട് കൊടുത്തില്ലെങ്കിൽ എൻ്റെ വീട്ടിൽ എല്ലാവരും പട്ടിണിയായി പോകുമെന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം ഇങ്ങനെ കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ വനദേവത ആ നദിക്കകത്തോട്ട് മുങ്ങിപ്പോയിട്ട് ഒരു സ്വർണം കൊണ്ട് നിർമ്മിച്ച ഒരു കോടാലി എടുത്തുകൊണ്ട് വന്നിട്ട് ചോദിച്ചു, ഇതാണോ നിന്റെ കോടാലി എന്ന് ചോദിച്ചു. അപ്പൊ മരം വെട്ടുകാരൻ പറഞ്ഞു, അല്ല, ഇതല്ല എൻ്റെ കോടാലി എന്ന് പറഞ്ഞു. അപ്പോൾ വനദേവത പിന്നെയും നദിയിലോട്ട് മുങ്ങി താന്നിട്ട് ഒരു വെള്ളി നിറത്തിലുള്ള ഒരു കോടാലി എടുത്ത് പൊങ്ങി വന്നു. എന്നിട്ട് ചോദിച്ചു, ഇതാണോ നിന്റെ കോടാലി? അപ്പൊ മരം വെട്ടുകാരൻ പിന്നെയും പറഞ്ഞു, അല്ല, ഇതല്ല എൻ്റെ കോടാലി. അങ്ങനെ മൂന്നാമതും വനദേവത മുങ്ങി താഴ്ന്നു പൊങ്ങിയപ്പോൾ മരം വെട്ടുകാരന്റെ കയ്യിൽ നിന്ന് തെറിച്ച് വീണ അതേ കോടാലി നമ്മുടെ സാധാരണ മരം കൊണ്ടും അതുപോലെ ഇരുമ്പും പിച്ചളയൊക്കെ ചേർത്ത കോടാലിയെ കിട്ടി. അപ്പോൾ നമ്മുടെ വനദേവത മരം വെട്ടുകാരനോട് ചോദിച്ചു, ഇതാണോ നിന്റെ കോടാലി? അപ്പം മരം വെട്ടുകാരൻ പറഞ്ഞു, അതെ, ഇത് തന്നെയാണ് എൻ്റെ കോടാലി എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഒരു സ്റ്റോറിന്ന് നമുക്ക് ഒരു ഗുണപാഠം എന്നുള്ള രീതിയിൽ പറയാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ, എന്ത് സാഹചര്യം ആയിക്കൊള്ളട്ടെ, നമ്മൾ വളരെ ഹോണസ്റ്റ് ആയിട്ട് ഭയങ്കര സത്യസന്ധമായിട്ട് ഇരിക്കുക എന്നുള്ള ഒരു ചെറിയ ആശയം മുന്നോട്ട് വെച്ചുകൊണ്ട് ഇന്നത്തെ പ്രോബ്ലം സോൾവിൻ്റെ എപ്പിസോഡ് നമുക്കിവിടെ തുടങ്ങാം. ഹലോ എവ്രിവൺ, എൻ്റെ പേര് അലിഡ. അപ്പോൾ ആബ്സല്യൂട്ട് മൈൻഡിൻ്റെ പ്രോബ്ലം സോൾവിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളോടൊപ്പം നിങ്ങളുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയുള്ളത് ചൈൽഡ് സൈക്കോളജിസ്റ്റ് ചൈൽഡിലാണ് അവർ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. മാത്രമല്ല കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് ആസ് യൂഷ്വൽ നമ്മൾ പറയുന്ന പോലെ നമുക്ക് പറയാം ദിവ്യ മാമും അതേപോലെ അനുശ്രീ മാമും ആണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. ഞാൻ വളരെ ഹാപ്പിനെസ്സോടുകൂടി നിങ്ങളെ ഈ ഒരു പ്രോഗ്രാമിലോട്ട് സ്വാഗതം ചെയ്യാണ്. ഇന്ന് ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ളൊരു ദിവസമായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. ഭയങ്കര ഹാപ്പിനെസ് ഉള്ളൊരു എപ്പിസോഡായിട്ട് ഇത് മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇനി അധികം മുഖവുരകളൊന്നും കൂടാതെ നമുക്ക് ഫസ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. പ്രേക്ഷകരുടെ ഒരു കറക്ഷൻ ഉണ്ട്, വിദ്യ എന്നാണ് പേര്. അയ്യോ, ഞാൻ എന്താ പറഞ്ഞു? ദിവ്യ. ഓക്കെ, എല്ലാവരും ക്ഷമിക്കണം, വിദ്യ എന്നാണ് കേട്ടോ പേര്. അപ്പം വിദ്യ മാമും അനുശ്രീ മാമും കറക്റ്റ് അല്ലേ? അപ്പോൾ ഇനി കൂടുതൽ മുഖവരകളൊന്നും ഇല്ലാതെ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. അതിന് മുന്നായിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈവിൻ്റെ അടിയിൽ കമൻസിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നതാണ്. ഇനി വേറെയും നിങ്ങൾക്ക് പല രീതികളിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. മറ്റൊരു രീതി എന്ന് പറയുന്നത് നമ്മുടെ ഒരു വാട്സപ്പ് നമ്പർ ഞാനിങ്ങനെ താഴെ എഴുതി കാണിക്കുന്നുണ്ട്, അതിലേക്ക് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് അയക്കാം. മാത്രമല്ല, ഇനി നിങ്ങൾക്ക് വാട്സപ്പിലൊക്കെ അയച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പേര് വിവരങ്ങളൊന്നും വെളിപ്പെടുത്താനൊന്നും വലിയ താല്പര്യമില്ല, നിങ്ങൾക്ക് ഒരു സ്ട്രേഞ്ചറായിട്ട് നിന്നുകൊണ്ട് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ മതിയെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന അനോണിമസ് ലിങ്കിൽ ക്ലിക്ക് ചെയ്തും ഒരു അപരിചിതനായി നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കാം. അത് എനിക്ക് ഇവിടുന്ന് കിട്ടുന്നതായിരിക്കും, ഞാനത് വായിക്കുന്നതായിരിക്കും, നമ്മുടെ സൈക്കോളജിസ്റ്റുമാർ അതിനുള്ള ആൻസർ പറയുന്നതായിരിക്കും. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോവാം. എൻ്റെ മകന് 4 വയസ്സാണ്. അവൻ വെറുതെ ഇരിക്കുന്നത് കുറവാണ്. അവന് ADHD ആയിരിക്കുമോ എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്ക് വരുന്ന പല ക്വസ്റ്റ്യൻസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പേഷ്യൻസ് എന്തെങ്കിലുമൊക്കെ സിംറ്റംസ് കണ്ടു കഴിയുമ്പോഴത്തേക്ക് അവർക്കൊരു അവയർനെസ് ഉണ്ടാവും, ഇന്നതാണ്, അപ്പം ADHD ആണോ? അപ്പൊ അതുപോലെ മകൻ വെറുതെ ഇരിക്കുന്നത് വളരെ കുറവാണ്, അടങ്ങിയിരിക്കുന്നത് വളരെ കുറവാണ്, അപ്പം ഇത് ADHD ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്.
അതിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഡിപ്രഷൻ ആണെങ്കിലും നമ്മൾ ചെറിയൊരു സങ്കടം വരുമ്പോഴേക്കും ഇപ്പോൾ ഡിപ്രഷൻ ആണ് എനിക്കെന്ന് പറയുന്ന ഒരു ടേം ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പം ചെറിയ രീതിക്കൊക്കെ സാധനങ്ങളൊന്ന് അടുക്കിപ്പെറുക്കി വെച്ചാൽ തന്നെ അവന് OCD ആണ് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു ADHDയും ആ ഒരു രീതിയിൽ ഇപ്പോൾ പാരൻസ് കൂടുതലായിട്ട് ഈ ഒരു ADHD എന്നുള്ള ടേം ഒക്കെ കേൾക്കുകയും അതിനെപ്പറ്റി കേട്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവർ ഈ ഒരു കുട്ടി ഒന്ന് അടങ്ങിയിരിക്കാതിരിക്കുമ്പോഴേക്കും ഇപ്പോൾ ഒരു 3 വയസ്സ് അല്ലെങ്കിൽ 4 വയസ്സുള്ള കുട്ടികളൊക്കെ ആകുമ്പം അവർ സാധാരണയായിട്ട് കുറച്ചൊരു അടങ്ങിയിരിക്കാതെ ഒരു ചെറിയ കുറുമ്പൊക്കെ കാണിക്കുന്ന ആളുകളായിരിക്കും. അതൊക്കെ സാധാരണ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഈ ഒരു ടേം കേട്ട് തുടങ്ങിയതിന് ശേഷം എൻ്റെ കുട്ടിക്ക് ഇനി ADHD ആയിരിക്കുമോ എന്നുള്ളൊരു പേടി എല്ലാവരിലും ഉണ്ട്. അപ്പം ഇത്തരത്തിലുള്ളൊരു ADHD എന്നൊക്കെ നമ്മൾ ഡയഗ്നോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുട്ടി ഭയങ്കരമായിട്ട് ഹൈപ്പർ ആക്ടിവിറ്റി കാണിക്കുക, അല്ലെങ്കിൽ ഇമ്പൾസീവായിട്ട് ബിഹേവ് ചെയ്യുക, പിന്നെ അവർക്ക് അറ്റൻഷൻ ഒന്നും കൊടുക്കാൻ വേണ്ടി പറ്റുന്നില്ല ഒരു കാര്യത്തിലും, ഇങ്ങനെ ഒരു സ്ഥലത്തും അടങ്ങി നിൽക്കാതെ ഓരോന്നിൻ്റെ മുകളിലൊക്കെ ചാടിപ്പാഞ്ഞ് നടക്കുന്ന ഒരു രീതിയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഒരു 6 മാസം അല്ലെങ്കിൽ അത്രത്തോളം കാലം കുട്ടിയിൽ ഇങ്ങനെ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മളൊരു ADHD ആയിട്ടൊക്കെ കാണേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ പാരൻസിന് ഇങ്ങനെ ഒരു സിംറ്റംസ് ഒക്കെ കുട്ടി കാണിക്കുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ സഹായം തേടാവുന്നതാണ്. അപ്പോൾ അങ്ങനെ കുട്ടിക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ഇപ്പം ADHD ഉള്ള ഒരാൾ ക്ലിനിക്കിലേക്ക് വരുമ്പോൾ എങ്ങനത്തെ ട്രീറ്റ്മെന്റ്സ് ആണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ എന്തൊക്കെയാ ചെയ്യുക സാധാരണ? ഇപ്പം ADHD ഉള്ള കുട്ടികളാവുമ്പോൾ നമ്മൾ ഈ ഹൈപ്പർ ആക്റ്റീവ് അല്ലെങ്കിൽ ഇമ്പൾസീവ് ആയിട്ടുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആദ്യം ഇരുന്ന് കിട്ടണം. നമുക്ക് അവരുടെ സിറ്റിംഗ് ടോളറൻസ് ഉണ്ടാക്കിയെടുക്കുക, ആക്റ്റീവായിട്ട് ഓരോ കാര്യങ്ങളുടെ മുകളിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഒരു സീറ്റൊക്കെ അപ്പോൾ നമ്മൾ ഇരിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിലൊന്നും ഇരിക്കാതെ ഇങ്ങനെ നടന്ന് കളിക്കുക, നമ്മളൊക്കെ ഒന്ന് തോണ്ടി നോക്കുക. അങ്ങനെ അവർക്കൊരു അടങ്ങിയിരിക്കുന്ന ഒരു രീതി ആയിരിക്കില്ല. അപ്പോൾ ആദ്യം നമുക്ക് അവരുടെ എന്ത് കാര്യങ്ങൾ ബാക്കി നോക്കണമെങ്കിലും അവർക്ക് ആദ്യം സിറ്റിംഗ് ടോളറൻസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് കൊടുക്കുന്നത്. അപ്പോൾ അവർക്ക് പ്ലഷർ സീക്കിംഗ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, കുഞ്ഞു കുഞ്ഞു ടോയ്സ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതൊക്കെ വെച്ച് കൊടുത്തിട്ട് അവരുടെ സിറ്റിംഗ് ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം വർക്ക് ചെയ്യുന്ന കാര്യം. ഓക്കെ. അപ്പോൾ ADHD ആയിരിക്കുമോ എന്നുള്ള ഭയങ്കരമായിട്ടുള്ളൊരു സംശയമാണ് ഈ ഒരു പാരന്റ് ചോദിച്ചിട്ടുള്ളത്. ADHD ആവാതിരിക്കാം. പിന്നെ കുട്ടികൾക്കൊക്കെ എന്ന് പറയുമ്പോൾ ഇപ്പോൾ സാധാരണ കുട്ടികൾ ഇങ്ങനെ എണീറ്റ് നടക്കുമ്പോൾ എപ്പോഴും ആക്റ്റീവായിട്ടിരിക്കുന്ന ഒരു പ്രായമായിരിക്കും. ഇപ്പം എസ്പെഷ്യലി ഇവിടെ ഈ കേസിൽ 4 വയസ്സാണ്. അപ്പൊ കുറച്ച് ആക്റ്റീവായിട്ടുള്ള ഒരു ആളായിരിക്കും. അപ്പൊ അത് ADHD ആണെന്ന് ഡയഗ്നോസ് ചെയ്യാൻ അത് കുറെ കാലം ഇങ്ങനെ ഉണ്ടാവുകയും ഒക്കെ വേണം. പിന്നെ പ്രോപ്പർ ആയിട്ട് ഒരു സൈക്കോളജിസ്റ്റിനെയൊക്കെ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ട്രീറ്റ്മെന്റ് എടുക്കാനും അതിന്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ സാധിക്കും. അപ്പോൾ മറ്റൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. എനിക്ക് 3 മക്കളാണ്. ഇളയ മകൻ പഠനത്തിൽ പുറകോട്ടാണ്. മറ്റ് 2 മക്കളും നന്നായി പഠിക്കും. ഇവന് മാത്രമാണ് പഠിക്കാൻ മടി. അതെന്താവും? ഒന്നാമത് ഈ തേർഡ് അല്ലെങ്കിൽ 3ാമത്തെ കുട്ടി അല്ലെങ്കിൽ ഇളയ കുട്ടിയൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടി പാരൻസ് ഒരു പാമ്പറിങ് ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലായിരിക്കും. അപ്പോൾ അവർക്ക് കുറച്ചുകൂടി ഒരു റെസ്പോൺസിബിലിറ്റി, പഠിക്കാനുള്ള റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ കുറവായിരിക്കും. അല്ലെങ്കിൽ അതൊരു മോട്ടിവേഷൻ്റെയോ അല്ലെങ്കിൽ ഡിഫിക്കൽട്ടീസ് ഒക്കെ കാരണമായിരിക്കും വരിക. ഇതൊന്നും അല്ലെങ്കിൽ കുട്ടിക്ക് ഒരു ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി ഉള്ളത് കൊണ്ടോ അല്ലെങ്കിൽ ലേണിംഗ് ഡിസബിലിറ്റി, പഠന വൈകല്യം, ഇങ്ങനെ എന്തെങ്കിലും റീസൺ കൊണ്ടും അവർക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതിന് ഈ കുട്ടിക്ക് നമുക്ക് എങ്ങനെ ഇൻട്രസ്റ്റ് കൂട്ടിയെടുക്കാൻ വിചാരിച്ചാൽ നമ്മൾ ഈ മോട്ടിവേഷൻ കുറവുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് കൂടുതലായിട്ടും നമുക്ക് അവരുടെ ലേണിംഗ് സ്റ്റൈൽ എന്താണെന്ന് ആദ്യം കണ്ടുപിടിക്കേണ്ടി വരും. ഇപ്പോൾ ഓരോ കുട്ടിക്കും ഈ ലൈബ്രറിയിലൊക്കെ നമ്മൾ പോയാൽ കാണാം ചില കുട്ടികൾ ബുക്കൊക്കെ റെഫർ ചെയ്ത് ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കുന്നത്. എന്നാൽ എല്ലാ കുട്ടികൾക്കും അത് പറ്റിയൊന്നും വരില്ല. അപ്പോൾ ഓരോ കുട്ടിക്കും ഓരോ പോലെ ആയിരിക്കും. ചില കുട്ടികൾക്ക് യൂട്യൂബിലെ ക്ലാസ്സസ് ഒക്കെ കേട്ടിട്ട് അല്ലെങ്കിൽ കണ്ടിട്ട് അങ്ങനെ ആരും പറഞ്ഞു കൊടുത്താലൊക്കെ ആയിരിക്കും കൂടുതലായിട്ടും അവർക്ക് മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ ഏതാണ് കുട്ടീൻ്റെ ലേണിംഗ് സ്റ്റൈൽ എന്ന് ആദ്യം കണ്ടുപിടിക്കുക, എന്നിട്ട് അതിൽ അവരെ ഇൻട്രസ്റ്റ് കൂട്ടിയെടുക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ ഈ പാരൻസ് നമ്മളെ അമ്മയൊക്കെ പറഞ്ഞു തരാറുണ്ട്, ഈ കാലത്ത് എണീറ്റ് പഠിച്ചാലൊക്കെ നിനക്ക് നന്നായിട്ട് ബ്രെയിൻ വർക്ക് ചെയ്യുന്ന ഒരു ടൈമാണെന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ആ ഒരു ടൈം എല്ലാ കുട്ടികൾക്കും ഒരുപോലെ ആയിരിക്കണമെന്നില്ല. ചില കുട്ടിക്ക് ലേറ്റായിട്ട് ഇരുന്നിട്ട് പഠിച്ചാലും തല കയറുന്ന കുട്ടികളുണ്ട്. അപ്പോൾ ഏതാണ് കുട്ടീൻ്റെ ആ ലേണിംഗ് സ്റ്റൈലെന്ന് മനസ്സിലാക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി അവർക്ക് ഇൻട്രസ്റ്റ് കൂട്ടാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ ലേണിംഗ് ഡിസബിലിറ്റി ഐഡിയ ഒക്കെ ആണെങ്കിൽ അവർക്കൊരു സ്പെഷ്യലായിട്ട് ഒരു റെമഡിയൽ ട്രെയിനിങ്ങോ അല്ലെങ്കിൽ ഇൻഡിവിജ്വലൈസ്ഡ് ട്രെയിനിങ് ഒക്കെ വേണ്ടി വരും. അവർക്ക് കൃത്യമായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളിലാണ് അവർ ഇൻട്രസ്റ്റ് കുറയുന്നതെങ്കിൽ. അപ്പോൾ ഏതാണ് കുട്ടീൻ്റെ റീസൺ, എന്താണ് ഈ പഠിക്കാൻ പുറകോട്ട് അല്ലെങ്കിൽ മടി കാണിക്കുന്ന റീസൺ കണ്ടുപിടിച്ചാൽ നമുക്കത് ട്രീറ്റ്മെന്റ് ചെയ്ത് കൊണ്ടുവരും. ഇപ്പൊ ഇതില് എന്താണ് വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യം, 3 മക്കളിൽ ഏറ്റവും ഇളയ ആക്കാണ് പ്രോബ്ലം എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ വീട്ടിലെ ഇളയ ഒരാളാണ്. അപ്പൊ എല്ലാ ഇളയ മക്കൾക്കും ഈ പ്രശ്നം ഉണ്ടാവില്ലല്ലോ. അപ്പൊ ലേണിംഗ് കാര്യം മാം ഇപ്പൊ പറഞ്ഞല്ലോ. അപ്പം ലേണിംഗ് സ്റ്റൈൽ എന്ന് പറഞ്ഞു. ഇപ്പൊ ചിലർക്ക് കമ്പൈൻ സ്റ്റഡി, ഇപ്പൊ എന്റെ സുഹൃത്തുക്കളെ കമ്പൈൻ സ്റ്റഡിക്ക്
പഠിക്കുമ്പോൾ ചിലപ്പോൾ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അപ്പം നമുക്ക് പറ്റിയൊരു ലേണിംഗ് സ്കില്ല് എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു സൈക്കോളജിസ്റ്റിനെ കാണാനൊക്കെ പറ്റുമോ? കാണാൻ പറ്റും. അതായത് ഇപ്പോൾ നമുക്ക് അവരോട് ചോദിച്ചു നോക്കാം, അല്ലെങ്കിൽ പാരൻസിനായിരിക്കും കുറച്ചുകൂടി ചിലപ്പം മനസ്സിലാവുന്നുണ്ടാവും ഏതായിരിക്കും കുട്ടീൻ്റെ ലേണിംഗ് സ്റ്റൈൽ എന്നുള്ളത്. അപ്പോൾ അതാദ്യം കണ്ടുപിടിക്കുക. അല്ലാതെ കുട്ടീനെ അങ്ങനെ ഫോഴ്സ് ചെയ്യരുത്, നീ ഇന്ന ടൈമിന് പഠിക്കണം അല്ലെങ്കിൽ ഈ രീതിക്ക് പഠിക്കണം എന്ന് പാരൻസിന് ഒരിക്കലും ഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ചെറുതാകുമ്പോൾ തൊട്ട് അവന് ഏത് സ്റ്റൈലിലാണോ അല്ലെ അവൻ്റെ കംഫർട്ട് സോണിൽ ഏത് സ്റ്റൈലിലാണോ അവന് പഠിക്കാൻ പറ്റിയത് അത് ആ രീതിക്ക് പഠിപ്പിച്ചെടുക്കുക. പിന്നെ പഠിക്കാനുള്ള റൂം അല്ലെങ്കിൽ ആ എൻവയോൺമെൻറ്റ് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് അവന് ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ അവൻ ഇൻട്രസ്റ്റിംഗ് ആയ രീതിയിൽ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി അവർക്ക് പഠിത്തത്തിനോടൊക്കെ ഒരു ഇൻട്രസ്റ്റ് കൂടും. ഇപ്പം ഈ ഒരു കേസിൽ കുട്ടികൾ ഇപ്പം 3 കുട്ടികളുണ്ട്, അപ്പം അതിൽ ഇളയ ആൾക്കാണെന്ന് പറയും. അപ്പം അവിടെ തന്നെ ഒരു കമ്പാരിസൺ പോലെ വരുന്നുണ്ട്. അതായത് ഇപ്പം ഇവരെ വെച്ച് നോക്കുമ്പോൾ അവന് പറ്റുന്നില്ല എന്നുള്ളൊരു സാധനം വരുന്നുണ്ടല്ലോ. അപ്പം കുട്ടികളെ തമ്മിൽ കമ്പയർ ചെയ്തിട്ട് കാര്യമില്ല. എല്ലാ കുട്ടികളും യുണീക്കാണ്. അപ്പം അവർക്ക് പഠിക്കാൻ പറ്റുന്ന കാര്യത്തിലാണെങ്കിൽ എന്ത് കാര്യത്തിലാണെങ്കിൽ എബിലിറ്റീസ് ആണെങ്കിലൊക്കെ തന്നെ അവർ ഡിഫറെൻ്റ് ആണ്. അപ്പം ആ ഒരു കാര്യം കുറച്ച് പാരൻസും കൂടെ മനസ്സിലാക്കണം എന്നുള്ളൊരു. ഇതിപ്പം സിബ്ലിങ്സ് തമ്മിൽ മാത്രമല്ല, അപ്പുറത്തെ കുട്ടികളുമായിട്ട് കമ്പയർ ചെയ്യുന്നത് വളരെ നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു കാര്യമാണ്. അപ്പൊ അത് മാക്സിമം ചെയ്യാതിരിക്കുക എന്നാണ് അനുശ്രീ മാഡം ആയാലും വിദ്യാ മാം ആയാലും പറയുന്നത്. പ്രോബ്ലം സോൾവില് ഇനി ചെറിയൊരു ബ്രേക്ക്.